അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ ഫിസിക്സിൽ നമുക്ക് മെയിൻലി നമുക്ക് ഒരു ന്യൂക്ലിയസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് ആണ് നമുക്ക് കൂടുതലായിട്ട് ഇത് വരുന്നത്. നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ സെമ്മിൽ S5 അറ്റോമിക് മോഡൽസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അവിടെ നമുക്കിപ്പോൾ എന്താണ് ആറ്റം മോഡലും അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോൺസിനെ കുറിച്ച് ഇലക്ട്രോൺസിന്റെ സ്പിൻ റൊട്ടേഷൻ അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു S5 അറ്റോമിക് ഫിസിക്സ് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ന്യൂക്ലിയർ ഫിസിക്സ് അപ്പോൾ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസും ബാക്കി കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്റർ ടോട്ടലി നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ശരിക്കും ഇനി അടുത്ത MSc ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു ബേസ് ചാപ്റ്റർ ആണ്. കാരണം ഇവിടെ അറിഞ്ഞിരിക്കണം ഇത്രയും കാര്യം ന്യൂക്ലിയർ ഫിസിക്സ്. അവിടെ നമുക്കൊരു പേപ്പറാണ് അവിടെ S4 ഒരു പേപ്പറാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ S5 പഠിച്ച ആ ഒരു ക്വാണ്ടം മെക്കാനിക്സ് എന്ന ചാപ്റ്ററും ഈ ഒരു ന്യൂക്ലിയർ ഫിസിക്സ് കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത് അവിടെ അതൊക്കെ പഠിക്കേണ്ടി വരും. S4 MSc കാര്യങ്ങൾ പറഞ്ഞു ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഈ ചാപ്റ്റർ കറക്റ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ച് പോവുക. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടലി 7 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ 7 ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ. ഫസ്റ്റ് ചാപ്റ്റർ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ന്യൂക്ലിയർ ഫിസിക്സിന്റെ സിലബസ്. ഫസ്റ്റ് വരുന്നത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുന്ന ന്യൂക്ലിയസിനെ കുറിച്ചിട്ട് ആ ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടീസ് അതെന്താണ് ആ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 12th ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഐസോമേഴ്സ് എന്താണ്, ഐസോബാർസ് എന്താണ്, അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വരുന്നതാണ് ന്യൂക്ലിയർ സൈസ്, ന്യൂക്ലിയർ വോളിയം, ന്യൂക്ലിയർ മാസ്, അറ്റോമിക് മാസ് യൂണിറ്റ്, പിന്നെ ന്യൂക്ലിയസിന്റെ ആംഗുലർ മൊമെന്റം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെന്റ്, ഇങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് മെസോൺ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെസോൺ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ന്യൂക്ലിയസിന്റെ ഇന്ററാക്ഷൻ, ന്യൂക്ലിയസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, ന്യൂക്ലിയസ് ആൻഡ് പാർട്ടിക്കിൾസ് തമ്മിൽ, അതിനകത്തുള്ള പ്രോട്ടോൺസ് തമ്മിലൊക്കെ. അപ്പോൾ ആ ഒരു ഫോഴ്സിന് അട്രാക്ഷൻ റീസൺ ആണ് ഈ മെസോൺ തിയറി എന്ന് പറയുന്നത്. കെർവിൻ സയൻസിനെ പ്രപ്പോസ് ചെയ്തപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ്ലി വരുന്നതാണ് ന്യൂക്ലിയർ മോഡൽസ്. അപ്പോൾ നമുക്കിവിടെ ന്യൂക്ലിയർ മോഡൽസിൽ ടോട്ടലി 3 ടൈപ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഷെൽ മോഡൽ, പിന്നെ ലാസ്റ്റ് വരുന്നത് കളക്റ്റീവ് മോഡൽ. അല്ല ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ ലിക്വിഡ് ഡ്രോപ്പ് മോഡലും ഷെൽ മോഡലും ആണ്. എക്സാമിനേഷൻ മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ലിക്വിഡ് ഡ്രോപ്പ് മോഡലും അതുപോലെ തന്നെ ഷെൽ മോഡലും. കളക്റ്റീവ് മോഡൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും എന്നാലും നമ്മൾ എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അത് നമുക്ക് ഡീപ്പായിട്ട് എന്ത് ചെയ്യണ്ട, അവിടെ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് നോക്കേണ്ടതില്ല, ചെറുതായിട്ട് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതിനകത്ത് വരുന്നത് ബാക്കിയെല്ലാം എങ്ങനെയാണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, അതിനകത്ത് വരുന്ന സെമി എംപിരിക്കൽ മാസ് ഫോർമുല, സിഗ്നിഫിക്കന്റ് വേരിയസ് ടേംസ്, കണ്ടീഷൻ ഓഫ് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി, ഇതെല്ലാം ഈ ഒരു ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പഠിക്കുന്ന ഇതേ ചാപ്റ്റേഴ്സ് തന്നെയാണ് നിങ്ങൾ MScക്ക് പോയി കഴിഞ്ഞാലും S4 ന്യൂക്ലിയർ ഫിസിക്സിനകത്ത് വരുന്നത് ഇതേ ചാപ്റ്റേഴ്സ് ആയിരിക്കും. പക്ഷേ ഈ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ കുറച്ചുകൂടി എല്ലാവരും ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു ചാപ്റ്റർ ഒക്കെ എന്ത് ചെയ്യുക ഡീപ്പായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് യൂണിറ്റ് ന്യൂക്ലിയർ മോഡൽസ്. ആൻഡ് തേർഡ് യൂണിറ്റ് വെച്ചാൽ റേഡിയോ ആക്ടിവിറ്റി ആണ്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ബന്ധപ്പെട്ട് വരുന്ന ആൽഫ ഡീകെ, ബീറ്റ എമിഷൻ, ആൽഫ എമിഷൻ, ഗാമ എമിഷൻ, ന്യൂട്രിനോസ്, ആന്റി ന്യൂട്രിനോസ്, അപ്പോൾ അതുപോലത്തെ ബന്ധപ്പെട്ട് വരുന്ന ഗാമ ഡീകെ, ഗാമ റേസ്, അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന റേഡിയോ ആക്ടിവിറ്റി, ഹാഫ് ലൈഫ് പീരീഡും ഡീകെ ആ ഒരു ഇക്വേഷനൊക്കെ വരുന്നത്. അതാണ് നമ്മുടെ റേഡിയോ ആക്ടിവിറ്റി എന്ന ചാപ്റ്റർ. ആൻഡ് ഫോർത്ത് ചാപ്റ്റർ ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ചെറിയ ചാപ്റ്റർ ആണ്. ടൈപ്സ് ഓഫ് റിയാക്ഷൻ, റിയാക്ഷൻ ക്രോസ് സെക്ഷൻ, റിയാക്ഷൻ മെക്കാനിസം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫോർത്ത് ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്റർ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ്. ഇതിൽ ഏതെങ്കിലും ഇത് ആകെ നമുക്ക് 1 2 3 4 5 അല്ല 6. ഓക്കെ, അപ്പോൾ 6 പാർട്ടിക്കിൾ ആക്സിലറേറ്ററും ഡിറ്റക്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് 6 അപ്പാരറ്റസ് ആണ് പഠിക്കാനുള്ളത്. ഇത് 3 അപ്പാരറ്റസ് ആണ്, ഈ 6 ഉണ്ടാവും. അപ്പോൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു essay ക്വസ്റ്റ്യൻ ഒരു പാർട്ട് നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. കാരണം പ്രത്യേകിച്ച് ഇക്വേഷൻ ഒരു ഡെറിവേഷൻ ഇല്ല. അതിനകത്ത് ഇപ്പോൾ ഡെറിവേഷൻ വന്നാൽ പോലും ഡെറിവേഷൻ സ്കിപ്പ് ചെയ്താൽ പോലും നമുക്ക് എന്ത് കിട്ടും, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം നമുക്ക് 5 മാർക്കൊക്കെ 4 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും മാക്സിമം. ആ ഒരു ഡെറിവേഷൻ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ പോലും ആ ഒരു അപ്പാരറ്റസിന്റെ ഫിഗർ ഒക്കെ ഒന്ന് വരയ്ക്കുക, ഡയഗ്രാം വരയ്ക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക അതിനെക്കുറിച്ച് കുറച്ച് എഴുതി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും, ഈ ഒരു ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ മാർക്ക് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും. തീരെ ചെറിയൊരു യൂണിറ്റ് ആണ് വരുന്നത്. ലാസ്റ്റ് ഒരു യൂണിറ്റ് ആണ് 6ാമത്തെ യൂണിറ്റ് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. അപ്പോൾ ന്യൂക്ലിയർ ഫിഷനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം അവിടെ കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനുശേഷം അതിലും കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഉണ്ട്. കാരണം ഇതിന് ശേഷം ഇവിടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ വർക്കിംഗ് അത് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഇത് വരുന്നതാണ് ഇതിനകത്ത് ന്യൂക്ലിയർ ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഹൈഡ്രജൻ ബോംബിന്റെ വർക്കിംഗ്, കുറച്ച് വർക്കിംഗ് ആണ് വരുന്നത്. അല്ലാതെ തിയററ്റിക്കലി അത്രയും നമുക്ക് തിയറി വരില്ല. അവിടെ വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതാണ് ബാറ്റിക് ബോട്ടിൽ, ടൊക്കൈമാക്കം, ഇനർഷ്യൽ കൺഫൈൻമെന്റ്, ഇതൊക്കെ പ്ലാസ്മ കൺഫൈൻമെന്റ് മെത്തേഡ്സ് ആണ്. അതൊക്കെ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് ബേസിക്കലി ഈ ഒരു
ലാസ്റ്റ് ചാപ്റ്റർ ഇതൊരു ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകും. കാരണം നമ്മൾ ആദ്യം കേൾക്കുന്ന കുറേ വാക്കുകൾ കേൾക്കും. കോർക്ക്, ആന്റി കോർക്ക്, ബാരിയോൺസ്, ലെപ്റ്റോൺസ്, ഹാഡ്രോൺസ് ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ചാർജിനെസ്, സ്ട്രെയിൻനെസ് ഇങ്ങനെ കുറച്ച് വാക്കുകൾ കേൾക്കും. ഇത്രയും നോക്കിയില്ലെങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ എലിമെന്ററി പാർട്ടിക്കിൾസിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒരു ഫ്ലോ ചാർട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അത് വന്നു കഴിഞ്ഞാൽ 15 മാർക്ക് നമുക്ക് ഇവിടെ കിട്ടും, അല്ലെങ്കിൽ 14 മാർക്ക് വരെ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു ഫ്ലോ ചാർട്ട് മാത്രം പഠിച്ച് എലിമെന്ററി പാർട്ടിക്കിൾസിനെ ആദ്യം രണ്ടായിട്ട് ക്ലാസിഫൈ, പിന്നെ വീണ്ടും എന്ത് ചെയ്യും, അതിന് വീണ്ടും ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചുകൊണ്ട് ആ ഒരു ഫ്ലോ ചാർട്ട് മാത്രം വരച്ചു വെച്ചാൽ പോലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്ക് 15 മാർക്കിൽ എസ് ഐ ക്വസ്റ്റ്യൻ ആയിരിക്കും. മാക്സിമം നമുക്ക് അതൊരു ഒരു 14-13 മാർക്ക് വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സെക്ഷനിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ ഒരു മോഡ്യൂളിന്റെ സിലബസ് എന്ന് പറയുന്നത്, ഈ ഒരു പേപ്പറിന്റെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററോടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ന്യൂക്ലിയസ് എന്താണെന്ന് വേണം ആദ്യം നോക്കാനായിട്ട്. ഓക്കെ, വാട്ട് ഈസ് ന്യൂക്ലിയസ്? നമ്മൾ എന്ത് ന്യൂക്ലിയസിനെ കുറിച്ചിട്ടായിരിക്കും ആദ്യം നോക്കാൻ പോകുന്നത്. ന്യൂക്ലിയസ് എന്താണ്? അപ്പോൾ ഈ ന്യൂക്ലിയസിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു ഒബ്സർവേഷൻ നടത്തുന്ന ആരാണ്? നമ്മളത് SYL പഠിച്ചിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ ആറ്റം മോഡൽസ് പഠിക്കുന്ന സമയത്ത്, അപ്പോൾ ഈ ഒരു ആറ്റത്തിന്റെ സെന്ററിൽ, ഇതൊരു ആറ്റം ആണെങ്കിൽ ഈ ആറ്റത്തിന്റെ സെന്ററിൽ ആൻഡ് ഹോൾ പോസിറ്റീവ് ചാർജസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ഉണ്ട്. ഓക്കെ, ആരെന്നറിയായിരിക്കുമല്ലോ. ആരാണ് ഇത്? നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആറ്റം മോഡലിലാണ് എന്ത് ചെയ്തത്? റൂദർഫോർഡ് ആറ്റം മോഡലിലാണ് ആദ്യമായിട്ട് ഈ പോസിറ്റീവ് ചാർജ് എല്ലാം ആറ്റത്തിന്റെ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആൽഫ ഗോൾഫോയിൽ എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇതൊരു കാര്യം അവിടെ എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്തത്. കാരണം ആറ്റംസിന്റെ സെന്ററിൽ എന്ത് ചെയ്യുന്നു, ഓൾ ഇലക്ട്രോൺ ചാർജും ഇലക്ട്രോൺ അല്ല, ഓൾ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുവാണ്. ബാക്കി ആറ്റത്തിന്റെ ബാക്കി എല്ലാ സർഫസ് എന്താണ്, എം ഡി ആണ്. ആ ഒരു സർഫസിലൂടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് ഏണസ്റ്റ് റൂദർഫോർഡ് പറഞ്ഞത്. അപ്പോൾ ന്യൂക്ലിയസിനെ കുറിച്ച് ആദ്യം ഒരു ഐഡിയ കൊണ്ടുവരുന്നത് 1911 ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏണസ്റ്റ് റൂദർഫോർഡ് എന്ത് ചെയ്യും, ആ ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിന്റെ സെന്ററിൽ ഹോൾ പോസിറ്റീവ് ചാർജ്. കാരണം പോസിറ്റീവ് ചാർജിന് എടുത്ത് പറയാൻ റീസൺ, ന്യൂട്രോൺസിന് എന്തില്ല, ന്യൂക്ലിയസിനകത്ത് വരുന്ന പാർട്ടിക്കിൾസ് ആണ് ന്യൂട്രോൺസ് ആൻഡ് എന്താണ് വരുന്നത്, ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. അപ്പോൾ ന്യൂട്രോൺസും ഉണ്ട് പ്രോട്ടോൺസും ഉണ്ട്. അപ്പോൾ ഈ ന്യൂട്രോൺസും പ്രോട്ടോൺസും, അല്ലെങ്കിൽ ന്യൂട്രോൺസിന് എന്തില്ല, അത് നമുക്ക് അവിടെ ചാർജ് ഇല്ല. ഓക്കെ, ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് ആണ് ന്യൂട്രോൺസ്. ആൻഡ് പ്രോട്ടോൺസിന് എന്താണ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഈ ഒരു ന്യൂട്രോൺസിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രോട്ടോണിന്റെ ചാർജ് മാത്രമേ എന്ത് ചെയ്യും, നമ്മൾ ഒരു എക്സ്പെരിമെന്റ് വഴി അവിടെ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടോൺസിന്റെ പോസിറ്റീവ് ചാർജ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ആറ്റത്തിന്റെ സെന്റർ പാർട്ടിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു റൂദർഫോർഡിന്റെ ആറ്റം മോഡലാണെന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ഈ ഒരു അറ്റോമിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്, തീരെ ചെറുതായിരിക്കും. ആറ്റത്തിന്റെ സൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിന്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീരെ ചെറുതായിരിക്കും. പക്ഷേ ഈ ഒരു സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഡെൻസ് റീജിയൻ ആയിരിക്കും. സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെൻസ് റീജിയൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റീജിയനിൽ എന്ത് കിട്ടും നമുക്ക്, അപ്പോൾ ഈ ഒരു റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസ് റീജിയൻ ആയിരിക്കും. അവിടെ നമുക്ക് സൈസ് കുറവായിരിക്കും. അപ്പോൾ ഇതിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് ന്യൂട്രോൺസും പ്രോട്ടോൺസും കൂടി ഡെൻസിൽ ടൈറ്റ് ആയിട്ട് ഇവിടെ ആ ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ന്യൂട്രോൺസിന്റെ കേസിൽ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. അപ്പോൾ ഇതില് സൈസ് കുറവാണെങ്കിലും ഈ ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിട്ട് എല്ലാ മാസും, മോസ്റ്റ് ഓഫ് ദ മാസ് എവിടെ ഇരിക്കുന്നത്, ഈ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് പാർട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡെൻസിറ്റി കൂടാൻ കാരണം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ്, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ സൈസ് കുറവ്, ഡെൻസിറ്റി കൂടുതലെന്ന് പറയും. അപ്പോൾ സൈസ് അല്ലെങ്കിൽ വോളിയം എന്തായിരിക്കും, വോളിയം തീരെയും കുറവായിരിക്കും. മാസ് എന്തായിരിക്കും, മാസ് അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ മാസ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത് എന്താണ്, ഈ ഒരു ആറ്റത്തെ സംബന്ധിച്ച്, ഒരു ആറ്റത്തിന്റെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മോസ്റ്റ് ഓഫ് ദ മാസ് എവിടെയാണ്, സെന്ററിൽ അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിലാണ് എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ആറ്റത്തിന്റെ ടോട്ടൽ മാസിന്റെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഇലക്ട്രോൺ ക്ലൗഡിൽ. അപ്പോൾ ഇതാണ് ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് ഒരു സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നു എന്നൊക്കെ കണ്ടുപിടിച്ച പിന്നെ ബോർ ആണ്. അപ്പോൾ റൂദർഫോർഡിന്റെ സ്റ്റുഡന്റ് ആണ് ബോർ. ഓക്കെ, കോളേജിൽ അവര് റൂദർഫോർഡിന്റെ സ്റ്റുഡന്റ് ആയിട്ട് പഠിച്ച ആളാണ് നീൽസ് ബോർ എന്ന് പറയുന്നത്. അപ്പോൾ നീൽസ് ബോർ ആണ് പിന്നെ ഈ ഒരു റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്ത്
അവിടെ ഈ ഒരു എന്തുണ്ട് സർക്കുലർ ഓർബിറ്റിൽ കൂടി ഒരു നിശ്ചിത ഓർബിറ്റിൽ കൂടി മാത്രമേ ഇലക്ട്രോൺസ് സ്പിൻ ചെയ്യുള്ളൂ, റൺ ചെയ്യുള്ളൂ, സ്പിൻ അല്ല റൊട്ടേറ്റ് ഓർബിറ്റ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നു. നമ്മളോട് പറഞ്ഞു വന്നത് ടോട്ടൽ മാസും എന്ത് ചെയ്യുന്നു, ടോട്ടൽ മാസ് ഇതിന്റെ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, പക്ഷെ അതിന്റെ ഒരു സ്മോൾ ഫ്രാക്ഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ ക്ലൗഡിന്റെ മാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രോട്ടോൺസും ന്യൂട്രോൺസും, അപ്പോൾ ഈ സെന്ററിൽ ഇരിക്കുന്ന പ്രോട്ടോൺസും ന്യൂട്രോൺസും നമ്മൾ എന്ത് വേണം, ഒരു ബൈൻഡിങ് ചാർജ് വേണ്ട, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഫോഴ്സ് വേണം. അപ്പോൾ ഈ ഒരു പ്രോട്ടോൺസും ന്യൂട്രോൺസും ബൈൻഡ് ചെയ്യുന്ന, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ബൈൻഡ് ചെയ്യുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ബൈ എ ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, പക്ഷെ നമ്മുടെ യൂണിവേഴ്സിലുള്ളതിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആണ്. ഷോർട്ട് റേഞ്ച് എന്ന് വെച്ചാൽ ഒരു ചെറിയ ദൂരത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്താണ്, അത് ഹൈലി സ്ട്രോങ് ആണ്, വെരി സ്ട്രോങ് ആണ്. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ വിഘടിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എനർജി കിട്ടുന്നത്. അപ്പൊ അതിലാണ് ഫിഷനിലും ഫ്യൂഷനിലും ഒക്കെ നടക്കുന്നത്. എന്ത് ചെയ്യുന്നു, അവിടെ ഇത്രയും ഹൈറ്റ്ലി സ്ട്രോങ് ആയിരിക്കുന്ന ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും പ്രോട്ടോൺ എന്ത് ചെയ്യുന്നു, നമ്മളവിടെ ഇത് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്ത് രണ്ടായിട്ട് മാറ്റുവാണ്, സ്പ്ലിറ്റ് ചെയ്യുവാണ്. അപ്പൊ ആ ഒരു സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ട്രമൻഡസ് എമൗണ്ട് ഓഫ് എനർജി ലിബറേറ്റ് ചെയ്ത് വരുന്നത്, ഹീറ്റിന്റെ ലൈറ്റിന്റെ ഫോമില് ട്രമൻഡസ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും, നമുക്ക് അവിടെ റിലീസ് ആയി വരും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫിഷൻ ആൻഡ് ഫ്യൂഷന്റെ കാര്യം. നമുക്ക് ആ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ് എനർജി റിലീസ് ആവുന്നത്. നമ്മളുടെ ന്യൂട്രോൺസിന്റെ കാര്യം പ്രോട്ടോൺസിന്റെ കാര്യം പറഞ്ഞു. എല്ലാ അറ്റോമിക് ന്യൂക്ലിയർ, എല്ലാ ആറ്റത്തിനെ സംബന്ധിച്ചുള്ള എന്താണ്, എല്ലാ അറ്റോമിക് ന്യൂക്ലിയകളും പ്ലൂറൽ ഫോം ആണ്, ന്യൂക്ലിയസിന്റെ പ്ലൂറൽ ഫോം ആണ് ന്യൂക്ലിയർ. എല്ലാ ന്യൂക്ലിയർ എന്താണ്, അവിടെ എലമെന്ററി പാർട്ടിക്കിൾസ് ആയ പ്രോട്ടോൺസ്, ഞാൻ ഈ പ്രോട്ടോണിന് പി എന്നും ന്യൂട്രോൺസിന് എൻ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, കംപ്ലീറ്റ് എഴുതുന്നില്ല. പ്രോട്ടോൺസും ന്യൂട്രോൺസും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ചാർജിന്റെ ബേസിൽ പറയുവാണെങ്കിൽ പ്രോട്ടോൺസിന് എന്താണ്, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ്, പ്രോട്ടോൺസ് ആർ ഓഫ് പോസിറ്റീവ് ചാർജ്. ദെൻ ന്യൂട്രോൺസിന് എന്തില്ല, ന്യൂട്രോൺസിന് ചാർജ് ഒന്നുമില്ല, നോ ചാർജ്. ഓക്കെ, നോ ചാർജ്. ദെൻ ഇലക്ട്രോൺസിന് എന്താണ്, ഇലക്ട്രോൺസ് ആർ ഓഫ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇതാണ് ചാർജിന്റെ ബേസിൽ വരുന്നത്. അപ്പോൾ ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, ന്യൂട്രൽ എന്ന് പറയും. നോ ചാർജ് അല്ലെങ്കിൽ ന്യൂട്രൽ, വേറെ ചാർജ് ഒന്നും ഇല്ല. അപ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ന്യൂക്ലിയോൺ എന്ന് പറയും. ഓക്കെ, ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റ് സെയിം പാർട്ടിക്കിൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒറ്റ ഇതായി നമുക്ക് ഇങ്ങനെ പറയാം. കാരണം ന്യൂട്രോൺസിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല, പ്രോട്ടോണിന് മാത്രമേ അവിടെ ചാർജ് ഉള്ളൂ. അപ്പൊ ന്യൂക്ലിയസിൽ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ ന്യൂക്ലിയോൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ വേർഡ്സ് ഒക്കെ നമ്മൾ ചില സമയത്ത് കേൾക്കാം, അതുകൊണ്ടാണ് ഈ ഒരു ഫസ്റ്റ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ ഇതെല്ലാം പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നത്. ഈ ന്യൂക്ലിയോൺസ് കേട്ട് കഴിഞ്ഞാൽ പുതിയൊരു പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കില്ല. അതെന്താണ്, നമ്മൾ ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് പറയുന്ന ഒരു പേരാണ് അവിടെ എന്ത്, ന്യൂക്ലിയോൺ, NuCleon, ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പേര് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു എലമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് പീരിയോഡിക് ടേബിളിൽ നമ്മൾ 12th പഠിച്ചിട്ടുണ്ടായിരിക്കും, എങ്ങനെ നമുക്ക് അറ്റോമിക് നമ്പറും മാസ് നമ്പർ ഒക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ ഒരു പ്രത്യേക ന്യൂക്ലിയയെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, സ്പീഷീസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് ന്യൂക്ലൈഡ്, NuClide, പ്രത്യേക ന്യൂക്ലിയർ ന്യൂക്ലൈഡ് എന്ന് പറയും. അപ്പൊ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പോ സിമ്പിൾ ആണ് ZA. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു കെമിക്കൽ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ നമ്മൾ O എന്ന് പറയും, നൈട്രജൻ ആണ് N എന്ന് പറയും, കാർബൺ C എന്ന് പറയും, ലിഥിയം ആണെങ്കിൽ Li എന്ന് പറയും, ഹൈഡ്രജൻ ആണെങ്കിൽ എന്താ പറയുക H എന്ന് പറയും, ഹീലിയം Hc എന്ന് പറയും. അപ്പൊ ഇത് എന്താണ്, കെമിക്കൽ സിമ്പിൾസ് ആണ്. അപ്പൊ ഈ ഒരു എക്സിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കെമിക്കൽ സിമ്പിൾ കൊടുക്കണം. ഇവിടുത്തെ Z എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ അറ്റോമിക് നമ്പർ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ ഏത് എലമെന്റ് ആണ് എടുക്കുന്നത്, ആ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ആണ് ഈ ഇവിടെ ഫസ്റ്റ് സഫിക്സ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, പ്രിസൈഡിങ് സഫിക്സ് ആയിട്ട് എഴുതുന്ന Z ആണ്. ആൻഡ് ഈ ഒരു എക്സ് കഴിഞ്ഞ് നമ്മൾ റൈസ് ടു പവർ ആയിട്ട് എഴുതുന്ന ഈ A എന്താണ് കാണിക്കുന്നത്, അതിന്റെ മാസ് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് അവിടുത്തെ മാസ് നമ്പർ ആണ്. അപ്പോൾ നമുക്ക് എനിക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലോറിൻ ആറ്റത്തിന് എനിക്ക് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ ക്ലോറിന്റെ സിമ്പിൾ എന്താണ്, ക്ലോറിന്റെ സിമ്പിൾ Cl ആണ്, ക്ലോറിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ
ഇസഡ് എന്ന് പറഞ്ഞു. ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അറ്റോമിക് നമ്പർ ആണ്. ആ ഒരു ലെറ്റേഴ്സ് തമ്മിൽ മാറിപ്പോകില്ല. നമ്മൾ പെട്ടെന്ന് എ ആണ് അറ്റോമിക് നമ്പർ എന്ന് വിചാരിക്കും. പക്ഷെ എ അല്ല, ഇസഡ് ആണ് എന്ത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇസഡ് ഈസ് ദ അറ്റോമിക് നമ്പർ. ദെൻ എ എന്താണ് അവിടുത്തെ മാസ് നമ്പർ ആണ്. മാസ് നമ്പർ. ഓക്കെ. അപ്പോൾ എനിക്ക് ഇനി ക്ലോറിൻ ആറ്റത്തിന് ഈ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ ഞാൻ എവിടെ എഴുതേണ്ടി വരും? അറ്റോമിക് നമ്പർ ഇവിടെ എഴുതുന്നു. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്, 17 ആണ്. ഓക്കെ. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ ഇവിടെ എഴുതി. ഇനി ക്ലോറിന്റെ മാസ് നമ്പർ 35 ആണ്. അത് നമ്മൾ എവിടെ എഴുതണം? ഇവിടെ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പവർ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? എഴുതേണ്ടി വരും. അപ്പോൾ ക്ലോറിന് നമ്മൾ റെപ്രസെന്റ് ക്ലോറിൻ ന്യൂക്ലിയസ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇതുപോലെ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതില് ഇനി നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ, ഓക്കെ, അപ്പോൾ മാസ് നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് എത്ര ന്യൂട്രോൺസ് ആണ് അവിടെ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു മാസ് നമ്പറിൽ നിന്ന് number of neutrons is equal to mass number, that is A minus Z. മാസ് നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും, അറ്റോമിക് നമ്പർ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെ കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ച് നോക്കുക. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺ. അപ്പോൾ ഒരു ആറ്റത്തെ സംബന്ധിച്ചുള്ളത് പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ആറ്റം ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത്. കാരണം പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം എന്തായിരിക്കും? അവിടെ നമുക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അറ്റോമിക് നമ്പർ കാണിക്കുന്ന it is the number of electrons or protons. Okay. ഇലക്ട്രോൺസിന്റെയോ പ്രോട്ടോൺസിന്റെയോ നമ്പറിനെ നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അറ്റോമിക് നമ്പറിൽ നിന്ന് ഞാൻ അറ്റോമിക് നമ്പർ Z, ഞാൻ ആ ഒരു മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് അവിടെ എന്ത് കിട്ടും? എനിക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ക്ലോറിൻ ആറ്റം എടുത്തു. അപ്പോൾ ഈ ക്ലോറിൻ ആറ്റത്തിന്റെ ഇതെന്താണ്? മാസ് നമ്പർ ആണ്. 35 എന്ന് പറയുന്ന ക്ലോറിന്റെ മാസ് നമ്പർ ആണ്. അപ്പോൾ മാസ് നമ്പറിൽ ഞാൻ എന്ത് ചെയ്യണം? മാസ് നമ്പറിൽ നിന്ന് ഈ ഒരു അറ്റോമിക് നമ്പർ എന്ത് ചെയ്യേണ്ടി വരും? സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ 35 മൈനസ് 70. എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു ക്ലോറിൻ ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം ക്ലോറിൻ ആറ്റത്തിന് അവിടെ പ്രോട്ടോൺ ഓർ ഇലക്ട്രോണിന്റെ വാല്യൂ എന്താണ്? പ്രോട്ടോൺ ഓർ ഇലക്ട്രോണിന്റെ വാല്യൂ അറ്റോമിക് നമ്പർ ആണ്. ദാറ്റ് ഈസ് 17 ആണ്. അറ്റോമിക് നമ്പർ 17. നെക്സ്റ്റ് അവിടെ എത്ര ന്യൂട്രോൺ ഉണ്ട്? ദാറ്റ് ഈസ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു, ന്യൂട്രോൺ എത്രയാണ്? ന്യൂട്രോൺ അവിടെ നമുക്ക് 18 ന്യൂട്രോൺസ് ആണ് കിട്ടുന്നത്. അപ്പോൾ 17 ഇലക്ട്രോൺ ഉണ്ട്, 18 ന്യൂട്രോൺസും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവിടെ മാസ് നമ്പർ യൂസ് ചെയ്തിട്ട് ഈ മാസ് നമ്പർ അറ്റോമിക് നമ്പർ വെച്ചിട്ട് നമ്പർ ഓഫ് ന്യൂട്രോൺസോ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസോ എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഒന്ന് തന്നിരുന്നാൽ മറ്റു രണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂട്രോൺസിന്റെയോ പ്രോട്ടോൺസിന്റെയോ എണ്ണമാണ് അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത്. ആ ഒരു കാര്യം ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്ന ഇലക്ട്രോൺസിന്റെയോ പ്രോട്ടോൺസിന്റെയോ എണ്ണം, ആ ഒരു കാര്യം നോക്കുക. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാസ് നമ്പറിൽ നിന്ന്, ഇതാണ് മാസ് നമ്പർ, മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ആ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ആ ഒരു ന്യൂക്ലിയസിനെ കുറിച്ച് ചെറിയ ഇൻട്രൊഡക്ഷനിൽ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ അറ്റോമിക് നമ്പർ എത്രയാണ് അല്ലെങ്കിൽ ആ ഒരു മാസ് നമ്പർ എത്രയാണ് ഈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. പിന്നെ ആ ഒരു ന്യൂക്ലിയസിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്ത് ഡിസ്കവർ ചെയ്ത് അല്ലെങ്കിൽ ആരാണ് ഡിസ്കവർ ചെയ്തത്, അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കും ന്യൂക്ലിയസിനെ കുറിച്ചിട്ട്. ഇനി നമ്മൾ ഈ ഒരു ന്യൂക്ലിയെ തന്നെ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഓരോ ആറ്റത്തിനും ഡിഫറെന്റ് എലമെന്റ്സ് എന്ത് ചെയ്യുന്നു? ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ക്ലാസിഫൈ ആസ് ഫോളോ. ഇതിൽ തന്നെ നമ്മൾ ഈ ന്യൂക്ലിയയെ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദർ ഇസ് ഐസോടോപ്സ്, ഐസോബാർസ്, ഐസോടോൺ, ഐസോമേഴ്സ്, മിറർ ന്യൂക്ലിയ. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പൊ ഇതിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഐസോടോപ്സ് എന്തെന്ന് നോക്കാം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോടോപ്സ് ആണ്. ഐസോടോപ്സ് എന്തായിരിക്കും? ഐസോടോപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഐസോടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എലമെന്റ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഹൈഡ്രജൻ എടുക്കുവാണ്. ഹൈഡ്രജൻ, അപ്പോൾ ഈ ഹൈഡ്രജന് തന്നെ സെയിം എലമെന്റ്സ് ആയിരിക്കും, പക്ഷെ അതിന് സെയിം മാസ് നമ്പറും ആയിരിക്കും. സോറി, സെയിം അറ്റോമിക് നമ്പറും ആയിരിക്കും. ഓക്കെ. സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും.
So isotopes are the atoms that have the same number of atomic number. Atomic number ഏത് ലെറ്റർ ആണ്? Z ആണ്. Okay. But different mass number. But different mass number. Okay. Mass number. അപ്പോൾ സെയിം അറ്റോമിക് നമ്പറും പക്ഷെ ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ള എലമെന്റ്സിന് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോപ്സ് എന്ന് പറയുന്നത്. നമുക്ക് ബെറ്റർ എക്സാമ്പിൾ വെച്ചാൽ ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ഇപ്പോൾ H1 ഒരു ഐസോടോപ്പ്, ദെൻ H1 2 ഉണ്ട്, ഇങ്ങനെ എഴുതും. മൂന്നാമത്തതാണ് ദാറ്റ് ഈസ് H13. ഇതെന്താണ്? ഇത് ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് ആണ്. ഓക്കെ, നമ്മളതിനെ ട്രിഷ്യം, ഡിക്ടീരിയം എന്നൊക്കെ പറയും. ഓക്കെ, അതാണ് 3 ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഡിക്ടീരിയം, ട്രിഷ്യം എന്ന് പറയും. ഹൈഡ്രജൻ, ഡിക്ടീരിയം ആൻഡ് ട്രിഷ്യം. അപ്പോൾ ഇതെന്താണ്? ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് ആണ്. അപ്പോൾ ഐസോടോപ്സ് എന്ന് എന്താ പറയുന്നത്? ദ ആറ്റംസ് ഓഫ് ദ സെയിം, ദ ആറ്റം ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ഇത് അറ്റോമിക് നമ്പർ അല്ലേ? ഇവിടെ നമ്മൾ നേരത്തെ ഒരു റെപ്രസെന്റേഷൻ പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് XZA. ഇത് കെമിക്കൽ സിമ്പല്. ഇതെന്താണ്? ഇത് മാസ് നമ്പർ ആണ്. ഇതെന്താണ്? അറ്റോമിക് നമ്പർ ആണ്. അപ്പോൾ സഫിക്സ് ആയിട്ട് അറ്റോമിക് നമ്പേഴ്സ് അതെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഐസോടോപ്സ് ആർ ദ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്. സെയിം എലമെന്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ മാറ്റിയിട്ട് ഇവിടെ കാർബൺ വെച്ചു. കാർബൺ 1 2 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താകത്തില്ല? അത് നമ്മുടെ ഇതിന്റെ ഐസോടോപ്പ് ആവത്തില്ല. അപ്പോൾ എലമെന്റ്സ് സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ മാസ് നമ്പർ അറ്റോമിക് നമ്പർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. മാസ് നമ്പറിന് എന്ത് ചെയ്യാം? ഡിഫറൻസ് വരാം. അപ്പൊ അത്തരത്തിൽ വരുന്ന ആ ഒരു തരത്തിൽ വരുന്ന ഐസോടോപ്സിന് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെ ആ ഒരു എലമെന്റ്സിനെ എന്ത് പറയുന്നത്? ന്യൂക്ലിയൈ ആണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഇതിനെ മാസ് നമ്പറിന്റെ ഒക്കെ ഡെഫിനിഷനിൽ ഇങ്ങനെ പറയാം. ഇനി വേറെ ഡെഫിനിഷൻ കൂടെ ഇതിൽ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എങ്ങനെയാണ്? ഇൻ അതർ വേർഡ്സ്, ദ ഐസോടോപ്പ് ഓഫ് ആൻ എലമെന്റ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺ. ഓക്കെ, പ്രോട്ടോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കാം. ഇതിലെല്ലാത്തിലും പ്രോട്ടോൺസിന്റെ എണ്ണം എന്തായിരിക്കും? പ്രോട്ടോൺസിന്റെ എണ്ണം അവിടെ നമുക്ക് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. Number of protons are same but different number of neutrons. Okay, പ്രോട്ടോൺസിന്റെ എണ്ണം എല്ലാം എന്താണ്? സെയിം ആണ്. അപ്പോൾ പ്രോട്ടോൺസിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതാണ് ഈ Z. അതെല്ലായിടത്തും എന്താണ്? സെയിം ആണ്, 1 ആണ്. ഓക്കെ, പ്രോട്ടോൺസിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതെല്ലായിടത്തും 1 ആണ്. പക്ഷേ ഈ ഒരു മാസ് നമ്പർ എന്ത് ചെയ്യുന്നു? മാസ് നമ്പർ ചേഞ്ച് ചെയ്തു. അപ്പോൾ മാസ് നമ്പർ ചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? അവിടെ നമുക്ക് ന്യൂട്രോൺസിന്റെ എണ്ണം മാറുന്നു. അതാണ് മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നേരത്തെ റിലേഷൻ പറഞ്ഞില്ലേ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പൊ ഇവിടെ ആ ഒരു കാര്യം നോക്കുക. ഐസോടോപ്സിന് 2 ഡെഫിനിഷൻ പറയാം. ഒന്നുകിൽ എന്ത് പറയണം? അറ്റോമിക് നമ്പർ, ആറ്റംസ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അല്ലെങ്കിൽ എന്ത് പറയാം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആർ സെയിം ബട്ട് ദ ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസിന്റെ എണ്ണം അവിടെ എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതില് ഈ ഒരു ഐസോടോപ്സിനെ സംബന്ധിച്ചിടത്തോളം അതെന്തായിരിക്കും? സെയിം മാഗ്നറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. സ്ട്രക്ചർ വൈസ് എങ്ങനെയായിരിക്കും? എല്ലാം നമുക്ക് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ 1 ആയാലും ഹൈഡ്രജൻ 2 ആയാലും ഹൈഡ്രജൻ 3 ആയാലും സ്ട്രക്ചർ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ സെയിം ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസും കാണും. ഓക്കെ, ഐസോടോപ്സിന് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ഹൈഡ്രജൻ 1 കാണിക്കുന്ന അതേ പ്രോപ്പർട്ടി ആയിരിക്കും ഹൈഡ്രജൻ 2 കാണിക്കുന്നത്. അപ്പോൾ അവിടെ എലമെന്റ് വൈസ് വലിയൊരു വേരിയേഷൻ വരുന്നില്ല. അതാണ് അവിടെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ന്യൂട്രോൺസിന്റെ എണ്ണത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു? ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. പ്രോട്ടോൺസിന്റെ എണ്ണം എല്ലാം സെയിം ആണ്. ഇപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം മാറിയാൽ വലിയ പ്രോപ്പർട്ടി ചേഞ്ച് വരത്തില്ല. കാരണം ന്യൂട്രോൺസ് വലുതായിട്ട് എന്ത് ചെയ്യത്തില്ല? നമ്മൾ ഇതിന്റെ പാർട്ടിക്കൽ ഇന്ററാക്ഷനിൽ പങ്കെടുക്കാറില്ല. ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഇന്ററാക്ഷൻസിൽ പങ്കെടുക്കുക. കാരണം അതിൽ ചാർജ് ഉള്ളൂ. ന്യൂട്രോൺസിന് പ്രത്യേകിച്ച് ചാർജ് ഇല്ലല്ലോ. അപ്പൊ ആ ഒരു കേസ് വെച്ചിട്ടാണ് ഐസോടോപ്സിന്റെ കേസിൽ അത് എന്താണ്? സെയിം ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. സ്ട്രക്ചർ വൈസ് എന്തായിരിക്കും? അത് സെയിം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കാറ്റഗറി, ഐസോടോപ്സ്. ഇനി സെക്കൻഡ് കാറ്റഗറി നോക്കാം. സെക്കൻഡ്ലി വരുന്ന ഐസോബാർസ്. ഇപ്പോൾ എന്താണ് ഐസോബാർസ്? The isobars are the atom of different element having same mass number but different. Isobars are the atom of the different element
having the same mass number A but the different in atomic number. അപ്പോൾ mass number എന്തായിരിക്കും? mass number ഇവിടെ same ആയിരിക്കും. same mass number. A ആണ് mass number. അതെല്ലാം same ആയിരിക്കും. different എന്താണ്? different in different atomic number. നമ്മുടെ റെപ്രസെന്റേഷൻ ഇങ്ങനെയല്ലേ, Z X A. നേരത്തെ ഇത് സെയിം ആയിരുന്നു ഐസോ ടോപ്സിന്റെ കേസിൽ. ഓക്കെ, ടോപ്സിന്റെ കേസിൽ ഇത് എന്തായിരുന്നു? സെയിം ആയിരുന്നു. ഈ ഒരു ഇസഡിന്റെ വാല്യൂ എല്ലായിടത്തും സെയിം. നമുക്ക് H1 ഇങ്ങനെയാണോ? H11 H12 ആൻഡ് H13 ഇങ്ങനെയല്ലേ വന്നേ? ഹൈഡ്രജൻ, ഡിക്ടീരിയം, ട്രിഷ്യം. ഇവിടെ പക്ഷെ എന്ത് പറഞ്ഞു? ഇവിടെ നമുക്ക് ഇസഡിന്റെ വാല്യൂ ചേഞ്ച് ആവും, പക്ഷെ എയുടെ വാല്യൂ അവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നേരത്തെ കേസിൽ ഇവിടുത്തെ വാല്യൂ മാറാത്തതുകൊണ്ട് എല്ലാ എലമെന്റ്സും സെയിം എലമെന്റ് ആയിരുന്നു. മൂന്ന് കാര്യം നോക്കിയപ്പോഴും മൂന്ന് എലമെന്റും എന്തായിരുന്നു? സെയിം ആയിരുന്നു. പക്ഷെ നമുക്ക് എങ്ങനെ വരത്തില്ല? ഈ ഐസോബാർസിന്റെ കേസിൽ അവിടെ ഈ ഒരു അറ്റോമിക് നമ്പർ മാറുമ്പോൾ എലമെന്റ് മാറും. നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മതി. ഓരോന്നിന്റെ ഹൈഡ്രജന് 1 ഉണ്ട്, അടുത്ത ഹീലിയം 2 ആണ്, ലിഥിയം 3 ആണ്, ബെർലിയം 4 ആണ്. ഇങ്ങനെ അറ്റോമിക് നമ്പർ ഇവിടെ മാറുന്നല്ലോ. നമ്മൾ പീരിയോഡിക് ടേബിളിലും ഇൻക്രീസിംഗ് നമ്പർ ഓഫ് അറ്റോമിക് നമ്പറിലാണ്, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പറിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അറ്റോമിക് നമ്പർ മാറി അതിന് എലമെന്റ് മാറും. അപ്പൊ അറ്റോമിക് നമ്പർ ആണ് Z എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇൻ അറ്റോമിക് നമ്പർ ബട്ട് ദ സെയിം മാസ് നമ്പർ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ഓക്സിജൻ ന്യൂക്ലിയം എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്, നൈട്രജൻ തൊട്ടടുത്ത് 7 ആണ്. 7ന്റെ അടുത്താണ് 8 വരുന്നത്, നൈട്രജൻ അടുത്താണ് ഓക്സിജൻ വരുന്നത്. ഇവരുടെ അറ്റോമിക് നമ്പർ ഇപ്പൊ എന്തായി? ഡിഫറെന്റ് ആയി. അപ്പൊ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയപ്പോൾ എലമെന്റ് മാറി. പക്ഷെ ഇവരുടെ മാസ് നമ്പർ എന്തായിരിക്കും? മാസ് നമ്പർ ഞാൻ അവിടെ 16 ആണ് കൊടുക്കുന്നത്. ഓക്സിജനും നൈട്രജനും എന്ത് ചെയ്തു? 16 കൊടുത്തു. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഒരു റെപ്രസെന്റേഷൻ പറയുന്ന പേരാണ് എന്ത്? ഐസോബാർസ് എന്ന് പറയും. സിൻസ് ദ ഐസോബാർ ആർ atoms of different element, they have the different physical and chemical property. അപ്പോൾ നേരത്തെ ഇവിടെ നമുക്ക് എലമെന്റ്സ് മാറിയിരുന്നില്ല. ഐസോടോൺസിന്റെ കേസിൽ എന്ത് ചെയ്തില്ല? എലമെന്റ്സ് ഒന്നും മാറിയില്ല, എല്ലാ എലമെന്റ്സും എന്തായിരുന്നു? സെയിം ആയിരുന്നു. അപ്പൊ അവിടെ നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടിന് വലിയ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. ചേഞ്ച് ഇല്ല തന്നെ. പക്ഷെ ഇവിടുത്തെ കേസ് അങ്ങനെയല്ല. ഇവിടെ എന്തുണ്ട്? അറ്റോമിക് നമ്പർ മാറിയതുകൊണ്ട് തന്നെ ഇവിടെ എലമെന്റ്സ് മാറി. അപ്പോൾ എലമെന്റ്സ് മാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യും? അവിടെ വേരിയേഷൻസ് ഉണ്ടാക്കും. കാരണം നൈട്രജൻ കാണിക്കുന്ന പ്രോപ്പർട്ടീസ് അല്ല എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ കാണിക്കുന്നത്. അതറിയാലോ, ഓക്സിജൻ നൈട്രജൻ ഇന്ത്യയിൽ ഡിഫറെന്റ് ആണ്, രണ്ട് എലമെന്റ്സ് ആണ്. അപ്പോൾ ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും? അവര് കാണിക്കും. അപ്പോൾ ഇതാണ് ഐസോബാർസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഐസോടോപ്പ്, സെക്കൻഡ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് ഐസോബാർസ് ആണ്. ഇനി തേർഡ് കാറ്റഗറിയാണ്. തേർഡ് കാറ്റഗറി ഏതാണ്? ഐസോടോൺസ്. എന്തായിരിക്കും ഐസോടോൺസ്? The isotones are the atoms of different element having the same number of neutron and are same examples of, okay, അപ്പോൾ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസിന്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും, ബാക്കി എലമെന്റ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സെയിം ന്യൂട്രോൺസ്. അപ്പോൾ ഇതൊന്ന് വേർഡ്സ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇത് ഒരു കോഡ് പോലെ പഠിച്ചു വെച്ചാൽ മതി. ഇതിപ്പോ ഐസോടോപ്സ് ആണ്. ഓക്കെ, ഐസോടോപ്സ്. അപ്പൊ ഐസോടോപ്സ് ആവുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഐസോടോപ്സ്. അറ്റോമിക് നമ്പറിൽ എന്ത് ചെയ്യും? അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. അതിൽ ടോപ്പിലുള്ള കാര്യം മാത്രം എന്ത് ചെയ്യും? മാറും. കണ്ടോ, ഐസോടോപ്സ്. ടോപ്പിലുള്ള കാര്യം മാത്രം ചെയ്യും. ടോപ്പിൽ വരുന്ന എന്താണ്? മാസ് നമ്പർ. അപ്പോൾ മാസ് നമ്പർ വേരി ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് ഐസോടോപ്സ് നോക്കുക, ഐസോടോപ്പ് ഓർക്കുക. അടുത്ത വരുന്ന ഐസോബാർസ് ആണ്. അപ്പൊ ഐസോബാർസിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഫിക്സിൽ കിടക്കുന്ന ഇതാണ് മാറുന്നത്. ഇവിടെ ഈ ഒരു സബ്സ്ക്രിപ്റ്റ് ആയി കിടക്കുന്ന ഇസഡ് ആണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. ഐസോബാർസ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഇസഡിലാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് വരുന്നത് ഐസോബാർ. ഇനി ഐസോടോൺസ് എന്ന് വെച്ചാൽ ന്യൂട്രോൺ. നമ്മൾ ന്യൂട്രോൺ എന്ന് പറയില്ല, അതുപോലെ ഐസോടോൺ ന്യൂട്രോൺ. എന്ത് ചെയ്യുന്നു? ഐസോടോൺസ് ആവുന്ന സമയത്ത് സെയിം ന്യൂട്രോൺസ് ആയിരിക്കും, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ. ചേഞ്ച് അല്ല, അവിടെ എന്ത് ചെയ്യുന്നു? ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും. രണ്ട് എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ കാർബൺ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കാർബൺ 4 14 വരും, സോറി 6 14 വരും, 6 14. ഇവിടെ ഓക്സിജൻ എന്താണ്? ഓക്സിജൻ 8 16 ആണ്. അപ്പൊ ഇവരുടെ ന്യൂട്രോൺസിന്റെ എണ്ണം നോക്കുക. ന്യൂട്രോൺസിന്റെ എണ്ണം നമുക്ക് എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. 14 - 6 ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
number of neutron is equal to that is a minus z അല്ലേ, a minus z is equal to എന്ത് കിട്ടും? ഇവിടെ കാർബണിന്റെ കേസിൽ ഞാൻ നമ്പർ ഓഫ് ന്യൂട്രോൺ നോക്കിയാൽ 14 മൈനസ് 6 കിട്ടും. എനിക്ക് എന്താണ് കിട്ടുന്നത്? 8 ആണ്. ഇവിടെ ഓക്സിജന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് a മൈനസ് z വരും, ദാറ്റ് ഇസ് 16 മൈനസ് 8 വരും, ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? അതും 8 ആണ്. അപ്പോൾ ഇവിടെ ന്യൂട്രോൺസിന്റെ എണ്ണം എന്താണ് നമുക്ക് കിട്ടുന്നത്? രണ്ട് കേസിലും ന്യൂട്രോൺസിന്റെ എണ്ണം നമുക്ക് അവിടെ സെയിം ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന എലമെന്റ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ഐസോട്ടോൺസ്. അപ്പോൾ ന്യൂട്രോൺ ഐസോട്ടോൺ അത് ശ്രദ്ധിക്കാം. ന്യൂട്രോൺ ഐസോട്ടോൺ ആ ഒരു വാക്ക് ഓർമ്മിച്ച് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണെന്ന് അവിടെ പ്രത്യേകിച്ച് എഴുതാൻ പറ്റും. ഇപ്പോൾ 3 കാര്യം നമ്മളോട് പഠിച്ചു. ഫസ്റ്റ് പഠിച്ച ഐസോടോപ്പ്, ഐസോബാർസ്, ദെൻ ഐസോട്ടോൺ. ഇനി അടുത്ത ഫോർത്ത് വൺ ആണ് ഐസോമേഴ്സ്. എന്തായിരിക്കും ഐസോമേഴ്സ്? ഐസോമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് അറ്റോമിക് മാസ് നമ്പർ സെയിം ആയിരിക്കും, അറ്റോമിക് നമ്പറും സെയിം ആയിരിക്കും, പക്ഷെ ഇവരുടെ ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റും അതുപോലെ തന്നെ ഇവരുടെ സ്ട്രക്ചറിലും എന്ത് ചെയ്യുന്നു? ഐസോമേഴ്സ്, സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്നൊക്കെ പറയുന്നത് 12th പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രിക്കകത്ത് വരുന്നതാണ്. സ്ട്രക്ചറൽ ഐസോമേഴ്സ്, സ്റ്റീരിയോമേഴ്സ് എന്നൊക്കെ പറയുന്നത് അവിടെ കുറച്ച് വേർഡ്സ് നിങ്ങൾ പഠിക്കുന്നത് പോലെ. അപ്പൊ ഈ ഒരു ഐസോമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എലമെന്റ് വൈസും സ്ട്രക്ചർ വൈസ്, എലമെന്റ് വൈസ് അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ മാസ് നമ്പറും സെയിം ആയിരിക്കും. ഇത് രണ്ടും സെയിം ആയിരിക്കും, പക്ഷെ ഇവിടെ സ്ട്രക്ചറിലാണ് എന്ത് ചെയ്യുന്നത്? വേരിയേഷൻ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ബ്യൂട്ടൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്, ബ്യൂട്ടൈൻ. അപ്പൊ ഈ ബ്യൂട്ടൈൻ കോമ്പൗണ്ടിന്റെ കേസിൽ അതിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ് വരുന്നത്, CC. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം വരും. കണ്ടോ, ഇങ്ങനെ ഹൈഡ്രജൻ വരും. ഇതാണ് ബ്യൂട്ടൈൻ എന്ന കോമ്പൗണ്ട്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. C4 എങ്ങനെ എഴുതാം? 1 2 3 4 5 6 7 8 9 10 H10 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ എഴുതുന്നേ ഉള്ളൂ. കറക്റ്റ് കെമിക്കൽ ഫോർമുല കറക്റ്റ് എനിക്ക് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. ആ ഒരു 4 കാർബൺ 10 ഹൈഡ്രജൻ കാണിക്കാനായിട്ട്. ഇത് ബ്യൂട്ടൈൻ ആണ്. ഇനി ഐസോ ബ്യൂട്ടൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഐസോമെറിസം കാണിക്കുന്ന ബ്യൂട്ടൈൻ ആണ് ഐസോ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. ഐസോ ബ്യൂട്ടൈൻ. അപ്പോൾ ഈ ഐസോ ബ്യൂട്ടൈന്റെ കേസിൽ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞല്ലോ, മാസ് നമ്പറും അറ്റോമിക് നമ്പറും എല്ലാം സെയിം ആണ്, അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ട് അതെല്ലാം സെയിം ആണ്. പക്ഷെ ഇവിടെ ആകെ വേരിയേഷൻ വരുന്നത് എന്താണ്? അത് അവിടുത്തെ ആ ഒരു എനർജി സ്റ്റേറ്റിലും സ്ട്രക്ചറിന്റെയും വേരിയേഷൻ ആണ്. അപ്പോൾ സ്ട്രക്ചർ വൈസ് ഇവിടെ എന്ത് ചെയ്യും? വേരിയേഷൻ കാണിക്കും. അപ്പോൾ സ്ട്രക്ചർ വൈസ് ഇവിടെ വേരിയേഷൻ കാണിക്കുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? നോക്കുക, ഇവിടെ ഇങ്ങനെ CC 3 കാർബൺ ഇട്ട് ഒരു കാർബൺ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരുവാണ്. ഉണ്ടോ? CH ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു H വരും, ഇവിടെ H വരും, ഇവിടെ വരും, ഇവിടെ. ഓക്കെ, കണ്ടോ? അപ്പൊ ഇത്രയും ഇതുണ്ട്. ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. കണ്ടോ? ഇവിടെ 10 ഹൈഡ്രജൻ ആണ് ഉള്ളത്. 10 ഹൈഡ്രജൻ ഉണ്ട്. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 C4 H10. ഇവിടെ രണ്ട് കേസ് നോക്കുമ്പോഴും ബ്യൂട്ടൈന്റെ കേസ് ആണ്, പക്ഷെ എന്താണ്? രണ്ടും അവിടെ സെയിം നമ്പേഴ്സ് ആണ്, സെയിം നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് രണ്ടിലും ഉണ്ട്. പക്ഷെ എന്താണ്? സ്ട്രക്ചർ വൈസ് ഇതിൽ എന്തുണ്ട്? വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആ സ്ട്രക്ചർ വൈസ്, അപ്പൊ സ്ട്രക്ചർ വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എനർജിയിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ എനർജിയിലും സ്ട്രക്ചറിലും, ഇന്റേണൽ സ്ട്രക്ചറിലും എനർജിയിലും ഡിഫറൻസ് എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്? ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഐസോമേഴ്സ് ആർ ദ ആറ്റംസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് Z and A and they have but different form in the nuclear energy state and the internal structure. അപ്പോൾ ഇന്റേണൽ സ്ട്രക്ചറിൽ ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് വേരിയേഷൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂക്ലിയസിനെ, ആറ്റംസിനെയാണ് എന്ത് പറയുന്നത്? ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത 5th വൺ എന്ന് വെച്ചാൽ മിറർ ന്യൂക്ലിയൈ ആണ്. ഇപ്പോൾ മിറർ ന്യൂക്ലിയൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് ക്ലാസിഫിക്കേഷൻസ് കഴിയും. എന്താണ് മിറർ ന്യൂക്ലിയൈ നോക്കാം. 5th വൺ മിറർ ന്യൂക്ലിയൈ. നമ്മുടെ അടുത്ത കാറ്റഗറി മിറർ ന്യൂക്ലിയൈ ആണ്. അപ്പോൾ ഈ മിറർ ന്യൂക്ലിയൈന്റെ കേസിൽ അവിടെ നമുക്ക് മാസ് നമ്പർ എന്തായിരിക്കും? മാസ് നമ്പർ സെയിം ആയിരിക്കും. The mirror nuclei having the same
മാസ് നമ്പർ ബട്ട് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോൺ ന്യൂട്രോൺ നമ്പർ. അല്ലെങ്കിൽ പ്രോട്ടോൺ ന്യൂട്രോൺ നമ്പർ എന്ത് ചെയ്യും, ഇന്റർചേഞ്ച് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു അപ്പോൾ ക്ലിയർ ആവും. ഇവിടെ നമ്മൾ പറഞ്ഞില്ല, ഫസ്റ്റ് പറഞ്ഞു സെയിം എന്താണ്, സെയിം മാസ് നമ്പർ. എ അവിടെ എന്താണ്, സെയിം ആണ്, എ അവിടെ സെയിം ആണ്. പക്ഷെ ഇവിടെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും നമ്പർ എന്ത് ചെയ്യുന്നു, പ്രോട്ടോണിന്റെയും അതുപോലെ തന്നെ ആൻഡ് ന്യൂട്രോണിന്റെയും നമ്പർ അവിടെ എന്ത് ചെയ്യുവാണ്, അതവിടെ ഇന്റർചേഞ്ച്, വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റമല്ല, എന്ത് ചെയ്യുന്നു, ഇന്റർചേഞ്ച് കിടപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് മിറർ ന്യൂക്ലിയർ എന്നാണ് പറയുന്നത്. ഇന്റർചേഞ്ച്ഡ് എങ്ങനെയായിരിക്കും വരുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ബെർലിയം എടുക്കുകയാണ്, BE. ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്, മാസ് നമ്പർ 7 ആണ്. അപ്പൊ ഇവിടെ Z ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും, Z ഈക്വൽ ടു 4 കിട്ടും. അപ്പൊ Z 4 ആണെങ്കിൽ എനിക്ക് ഇവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് N ഈക്വൽ ടു എന്തായിരിക്കും, 3 ആയിരിക്കും. ഇതിപ്പോ ബെർലിയം. ഇനി ഇതുപോലാണ് ലിഥിയം കോമ്പൗണ്ട് എടുക്കുക, സോറി ലിഥിയം ആറ്റം എടുക്കുക. ലിഥിയം ആറ്റം എടുത്തു, ദാറ്റ് ഈസ് ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ്, അറ്റോമിക് നമ്പർ നമുക്ക് അവിടെ ലിഥിയം 7 വരും, 7 എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ, സോറി മാസ് നമ്പർ, അറ്റോമിക് നമ്പർ അല്ലല്ലോ, ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. മൂന്നാമത്തെ കോമ്പൗണ്ട് അല്ലേ പീരിയോഡിക് ടേബിളില്, ഹൈഡ്രജൻ, ഇവിടെ ഹീലിയം വരും, ലിഥിയം വരും. ഓക്കെ, ലിഥിയം മൂന്നാമത്തെ കോമ്പൗണ്ട് ആയിട്ട്, നാലാമത്തേന് ബെർലിയം എന്ന് പറയും. അപ്പോൾ ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്, ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ലിഥിയത്തിന്റെ മാസ് നമ്പർ എന്താണ്, ലിഥിയത്തിന്റെ മാസ് നമ്പർ അവിടെ 7 ആണ്. ഓക്കെ, മാസ് നമ്പർ 7, ബെർലിയത്തിന്റെ മാസ് നമ്പർ 7. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇസഡിന്റെ വാല്യൂ എന്ത് കിട്ടും, ഇസഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇസഡിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുന്നത്, 3 ആണ്. ആൻഡ് ന്യൂട്രോൺസിന്റെ എണ്ണം എന്താണ്, ന്യൂട്രോൺസിന്റെ എണ്ണം 4 ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു കോമ്പൗണ്ട് ഇപ്പൊ ശ്രദ്ധിക്കാം, ഇങ്ങോട്ടൊന്ന് മാറ്റിയത്, അപ്പോൾ ആ ഒരു ചേഞ്ചിങ് മനസ്സിലാവും. ഇത് ലിഥിയം 3 7, ഇത് ബെർലിയം 4 7. എന്താ ഇസഡിന്റെ വാല്യൂ നോക്കുക, ഇസഡിന്റെ വാല്യൂ ഇവിടെ 4 ആണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസിന് എണ്ണം എന്താണ്, എനിക്ക് 3 ആണ്. പക്ഷെ ഇവിടെ എന്തല്ല, ഇവിടെ ഇസഡിന്റെ വാല്യൂ എനിക്ക് 3 ആണ്, തിരിഞ്ഞു പോയി എഴുതിയത്. ഓക്കെ, മാറ്റി എഴുതി. ലിഥിയത്തിന്റെ 3 ആണ്, ഇവിടെ 4 ആണ്. ഇസഡിന്റെ വാല്യൂ 4 ആണ്, ഇവിടെ ഇവിടെ 3 ആണ്. കണ്ടോ, ഇതാണ് പറഞ്ഞത്. ഇവിടെ ഈ ഒരു മാസ് നമ്പർ രണ്ടിടത്തും സെയിം ആണ്. കണ്ടോ, മാസ് നമ്പർ രണ്ടിടത്തും സെയിം, അറ്റോമിക് നമ്പർ ഡിഫറെന്റ്. അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയാലും എന്ത് ചെയ്യത്തുള്ളൂ, എലമെന്റ്സ് മാറത്തുള്ളൂ. ഇതിന്റെ ഇസഡ് വാല്യൂ ഇവിടത്തെ എന്താണ്, ഇവിടത്തെ എന്റെ ന്യൂട്രോണിന്റെ വാല്യൂ ആണ്. ഇവിടുത്തെ ന്യൂട്രോൺ വാല്യൂ ഇവിടുത്തെ എന്റെ എന്താണ്, ഇസഡ്. അപ്പൊ ഇത് ക്രോസ് ചെയ്ത് കിടക്കണം, അങ്ങോട്ട് ഇങ്ങോട്ട് മാറി കിടക്കണം. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇങ്ങനെ വരുന്നതിന് മിറർ ന്യൂക്ലിയർ എന്ന് പറയും. ഓക്കെ, the mirror nuclei are the nuclei having the same mass number A but with the proton and electron interchanged. Okay, the number of proton in one is equal to the number of neutron in another. അപ്പോൾ ഇതിപ്പോ ബെർലിയത്തിന്റെയും അതുപോലെ തന്നെ ലിഥിയത്തിന്റെ കേസും പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, അപ്പൊ കുറച്ചുകൂടി ഒന്ന് ഐഡിയ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, നൈട്രജൻ പറയും, നൈട്രജൻ 15 ആൻഡ് ഓക്സിജൻ 50. ഓക്കെ, ഓക്സിജൻ 60. അപ്പൊ ഇതില് പ്രോട്ടോൺസിന്റെ എണ്ണം എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 7 ആൻഡ് ന്യൂട്രോൺസിന്റെ എണ്ണം ഇവിടെ എന്തായിരിക്കും, 8 ആയിരിക്കും. ആൻഡ് ഇവിടുത്തെ പ്രോട്ടോൺസിന്റെ എണ്ണം എന്താണ്, പ്രോട്ടോൺസിന്റെ എണ്ണം 8 ആണ്, ന്യൂട്രോൺസിന്റെ എണ്ണം എന്താണ്, അവിടെ നമുക്ക് 7 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്, ഒരു മിറർ ന്യൂക്ലിയയ്ക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന കോമ്പൗണ്ട്സ്, സോറി എന്താ പറയുന്ന മിറർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കേസിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയൈ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പറഞ്ഞ ഐസോടോപ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഐസോടോപ്സ് ആൻഡ് സെക്കൻഡ് വൺ എന്താണ്, സെക്കൻഡ് വൺ ഐസോബാർസ്, തേർഡ് വൺ ഐസോടോൺസ്, ഫോർത്ത് വൺ ഐസോമേഴ്സ് ആൻഡ് ഫിഫ്ത്ത് വൺ മിറർ ന്യൂക്ലിയൈ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയൈ എക്സാമിനേഷൻ ചോദിക്കുക. അപ്പൊ ഈ ഒരു മോഡ്യൂളിൽ ഏത് പഠിച്ചാലും ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം എല്ലാം ഇങ്ങനെ ഓരോ ഹെഡിങ് വൈസ് ആണ് പോകുന്നത്. അപ്പോൾ ഓരോന്നുമായിട്ട് എന്ത് ചെയ്യാം, എടുത്തെടുത്ത് 1 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈസിലി ചോദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഓരോ കാര്യം പഠിച്ചു പോകുമ്പോഴും ന്യൂക്ലിയർ ഫിസിക്സ് പഠിച്ചു പോവുക. പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു പേപ്പറാണ് ന്യൂക്ലിയർ ഫിസിക്സ്. ഈ ഒരു എസിക്സിൽ ടോട്ടലി നിങ്ങൾക്ക് എല്ലാം ഈസിയാണ്, കാരണം നിങ്ങൾക്ക് പ്രോജക്റ്റും
പ്രാക്ടിക്കൽസ് 2 പ്രാക്ടിക്കൽസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു S6 പേപ്പർ എന്ന് വെച്ചാൽ ടോട്ടലി നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന പേപ്പറാണ്. വലുതായിട്ട് ഡെറിവേഷൻ ഒന്നും ഇല്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മിക്കപ്പോഴും ബാക്കി സെമ്മിൽ മാർക്ക് കുറഞ്ഞു പോയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലാസ്റ്റ് സെമ്മിൽ വെച്ച് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സെമ്മിലെ മാർക്കൊക്കെയാണ് പിന്നീടുള്ള അഡ്മിഷൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല ഡീപ്പായിട്ട് പഠിക്കുക ഈ ഒരു ന്യൂക്ലിയർ ഫിസിക്സ് എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ മോഡ്യൂൾസും. ഇതിൽ ഏറ്റവും ടഫ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നുമില്ല ശരിക്കും, എല്ലാം ഈസിയാണ്. എല്ലാം ഇങ്ങനെ ആ ഒരു ഡെറിവേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരു S6 ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്ര നമുക്ക് അതിന് ഇൻട്രൊഡക്ഷൻ അല്ല ഫസ്റ്റ് പാർട്ടിലുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ആണ്. അതായത് എന്തൊക്കെയാണ് ന്യൂക്ലിയർ ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയയിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്ന ന്യൂക്ലിയർ സൈസ് ആണ്. ഫസ്റ്റ് വൺ, ന്യൂക്ലിയർ സൈസ്. ഓക്കെ, ന്യൂക്ലിയർ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈ ഒരു റൂദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ അവിടെ എന്ത് ചെയ്തു, ആ ഒരു ആൽഫ പാർട്ടിക്കിള് ചെന്നെത്താനെടുത്ത ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്തത്, ന്യൂക്ലിയർ റേഡിയസ് ആയിട്ട് എടുത്തത്. ഓക്കെ, ന്യൂക്ലിയർ റേഡിയസ് ആയിട്ട് അവിടെയാണ്, അതിനാണ് എന്ത് ചെയ്തത്, അവിടെ അസ്യൂം ചെയ്തെടുത്തത്. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ക്ലോസസ്റ്റ് അപ്രോച്ച് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ടു ദ ന്യൂക്ലിയസ് വാസ് ടേക്കൺ ആസ് ദ മെഷർ ഓഫ് ന്യൂക്ലിയർ റേഡിയസ്. ഓക്കെ, ന്യൂക്ലിയർ റേഡിയസ് ആയിട്ട് എടുത്തു. അതായത് ആ ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, ആ റീജിയനെത്താൻ ആ ഒരു ഡിസ്റ്റൻസ് ക്ലോസസ്റ്റ് അപ്രോച്ച് തട്ടിയിട്ട് തിരിച്ച് ഗോൾഡ് ഫോയിൽ തട്ടി തിരിച്ച് ആ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്തത്, ആ ഒരു ന്യൂക്ലിയർ റേഡിയസ് ആയിട്ട് നമ്മളിവിടെ എടുത്തത്. അത് ഏകദേശം 10⁻⁻⁻15 മീറ്റർ ആണ് നമുക്കിവിടെ കിട്ടിയത്. ന്യൂക്ലിയർ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് ആ ഒരു ന്യൂക്ലിയർ റേഡിയസിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, ദാറ്റ് ഈസ് 10⁻⁻15 മീറ്റർ എന്ന് കിട്ടി. ഇതൊരു എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ച അത്ര മാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വാല്യൂ ആയിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ സ്പെറിക്കൽ ഷേപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റേഡിയസ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് ഒരു എംപെറിക്കൽ ഫോർമുല എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു എംപെറിക്കൽ റിലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ന്യൂക്ലിയസിന്റെ ആ ഒരു സൈസും അതുപോലെ തന്നെ മാസ് നമ്പറും റേഡിയസും വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഒരു റിലേഷൻ ഇൻട്രൊഡ്യൂസ്, സൈസ് അല്ല, ഒരു മാസ് നമ്പർ വെച്ചുകൊണ്ട്, മാസ് നമ്പറും റേഡിയസും വെച്ചുകൊണ്ട് ഒരു റിലേഷൻ കൊണ്ടുവന്നു. ഇത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത ഒരു വാല്യൂ ആണ്, എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചൊരു വാല്യൂ. അതിനുശേഷം കൊണ്ടുവന്ന എംപെറിക്കൽ റിലേഷൻ ആണ്, ദാറ്റ് ഈസ് R is directly proportional to A, മാസ് നമ്പറിന്റെ റൈസ് ടു 1/3. ഓക്കെ, A റൈസ് ടു 1/3 എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു. അതിന് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ടേം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു ടേം ആണ് R equal to R0 A റൈസ് ടു 1/3 എന്ന് പറയുന്നത്. ഇതില് ഈ R0 പറയുന്ന പേരാണ്, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അതിന്റെ വാല്യൂ ആണ് ദാറ്റ് ഇസ് 1.3 ഫെർമി മീറ്റർ. അപ്പോൾ 1 ഫെർമി മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റൂദർഫോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കണ്ടുപിടിച്ച ഒരു ഡിസ്റ്റൻസ് പറഞ്ഞല്ലോ, ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ക്ലോസസ്റ്റ് അപ്രോച്ച് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ടു ദ ന്യൂക്ലിയസ്. ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസ് തമ്മിലുള്ള ക്ലോസസ്റ്റ് അപ്രോച്ചിനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, 1 ഫെർമി എന്ന് പറയുന്നത്. ദാറ്റ്സ് 1 ഫെർമി ഈസ് ഈക്വൽ ടു 10⁻⁻15 മീറ്റർ ആണ്. നമ്മുടെ മീറ്റർ സ്കെയിൽ 1 ഫെർമിയെ നമ്മുടെ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ ഉള്ള വാല്യൂ ആണ് 10⁻⁻15 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് R0 is equal to 1.3 FM. ഇവിടെ യൂസ് ചെയ്ത R0 എന്താണ്, 1.3 ഫെർമി മീറ്റർ ആണ്. അപ്പൊ ഈ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂക്ലിയസിന്റെ റേഡിയസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിൻ ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നൊന്ന് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് എന്തറിഞ്ഞാൽ മതി, ഏത് ആറ്റത്തിന്റെ ആണോ ന്യൂക്ലിയർ റേഡിയസ് വേണ്ടത്, അതിന്റെ മാസ് നമ്പർ മാത്രം മതി. അറ്റോമിക് നമ്പർ ആവശ്യമില്ല, മാസ് നമ്പർ മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അവിടെ ആ ഒരു റേഡിയസ് ഡിറ്റർമിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് കാർബണിന്റെ C612 കാർബൺ ആറ്റത്തിന്റെ റേഡിയസ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ശ്രദ്ധിക്കുക, ഓർബിറ്റൽ റേഡിയസ് ഒന്നുമല്ല, ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണ്. ആറ്റത്തിനകത്ത് സെൻട്രൽ പാർട്ടിൽ ഇരിക്കുന്ന
ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. അല്ലാതെ ഓർബിറ്റൽ റേഡിയസ് അല്ല. അതൊക്കെ നമ്മൾ SI-ലാണ് പഠിച്ചത്, ഓർബിറ്റൽ റേഡിയസും ബാക്കി കാര്യങ്ങളൊക്കെ. ഇവിടെ അതല്ല, നമ്മളിപ്പോ ഇങ്ങോട്ട് മാറി ഈ ആറ്റം എന്നൊരു കേസ് വിട്ടിട്ട് സെന്ററിലുള്ള ആ ഒരു ന്യൂക്ലിയസ്, ഈ ഒരു പാർട്ടിലോട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡീസ് നടത്തുന്നത്. അപ്പോൾ എനിക്ക് കാർബൺ ആറ്റത്തിനകത്തുള്ള ന്യൂക്ലിയസിന്റെ റേഡിയസ് ഡിറ്റർമിൻ ചെയ്യണം. എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ കൊടുത്താൽ മതി. R is equal to R0 a raised to 1/3. അപ്പോൾ R0 നമുക്കറിയില്ല 1.3 ആണ്. 1.3 ഫെർമി മീറ്റർ. ആൻസർ ഫെർമി മീറ്ററിൽ കിട്ടുമെന്നേ ഉള്ളൂ. ഇൻറ്റു 10⁻⁵ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. 1.3 ഇൻറ്റു എന്ത് വരും, 1.3 ഇൻറ്റു കാർബണിന്റെ മാസ് നമ്പർ എത്രയാണ്, കാർബണിന്റെ മാസ് നമ്പർ 12 ആണ്. 12 ഇൻറ്റു 1/3 എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 ഫെർമി മീറ്റർ എന്ന് കിട്ടും. 3 ഫെർമി മീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ദ റേഡിയസ് R ഈസ് ഈക്വൽ ടു 3 ഫെർമി മീറ്റർ. അപ്പോൾ കാർബണിന്റെ കേസിൽ അതിന്റെ റേഡിയസ് എത്രയാണ്, നമുക്കവിടെ 3 ഫെർമി മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു റേഡിയസ് ഡിറ്റർമിൻ ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പോൾ ന്യൂക്ലിയർ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ന്യൂക്ലിയർ സൈസ് എന്ന് വെച്ചാൽ റേഡിയസ്, കാരണം സ്പെറിക്കൽ ഷേപ്പ് ആണ്. റേഡിയസ് ഡിറ്റർമിൻ ചെയ്താൽ മതി, നമുക്ക് അറിയാൻ പറ്റും ന്യൂക്ലിയറിന്റെ സൈസ് എന്താണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ന്യൂക്ലിയർ സൈസിൽ നോക്കേണ്ടത്. ഇനി അടുത്ത് നോക്കേണ്ടത് ന്യൂക്ലിയർ മാസിനെ കുറിച്ചിട്ടാണ്. ന്യൂക്ലിയർ മാസ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് ന്യൂക്ലിയർ മാസ് ആണ്. അപ്പോൾ ന്യൂക്ലിയർ മാസിനെ കുറിച്ചിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ന്യൂക്ലിയർ സൈസ് നോക്കി, ന്യൂക്ലിയർ മാസ് നമ്മൾ പറഞ്ഞല്ലോ. ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്, ന്യൂക്ലിയറിനകത്ത് നമുക്കവിടെ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ഉണ്ട് ന്യൂട്രോൺസും ഉണ്ട്. പ്രോട്ടോൺസും ഉണ്ട്, എന്തുണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും എന്താണ്, ന്യൂട്രോൺ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിനെ സംബന്ധിച്ചിട്ട് അതിന്റെ മാസ് എന്തായിരിക്കും, പ്രോട്ടോൺ മാസിന്റെ ന്യൂട്രോൺസ് മാസിന്റെ എന്തായിരിക്കും, സം ആയിരിക്കും. ഓക്കെ, കാരണം രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ രണ്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, നമുക്കിവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും പാർട്ടിക്കിൾ മാസ്. ടോട്ടൽ മാസ് എന്ന് വെച്ചാൽ വിച്ച് വിൽ ദ സം ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. ഓക്കെ, ഇലക്ട്രോൺസിന്റെ മാസ് ന്യൂക്ലിയസിനകത്തും അത് ആറ്റത്തിനകത്ത് മാത്രമേ വരത്തുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടാണ് വരുന്നത്. നോക്കാം, ദാറ്റ് ഈസ് ദ അസ്യൂഡ് മാസ്, ന്യൂക്ലിയർ മാസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ പ്രത്യേകിച്ച് അസ്യൂംഡ് എന്നൊരു വാക്ക് പറയാൻ റീസൺ ഉണ്ട്, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ അസ്യൂംഡ് ന്യൂക്ലിയർ മാസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ന്യൂക്ലിയസിനകത്ത്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ഒരു ബോക്സിനകത്ത് എന്ത് ചെയ്യുന്നു, ഒരു 4 ബോൾസ് വെച്ചിട്ടുണ്ട്. ഒരു ബോക്സിനകത്ത് 4 ബോൾസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് എന്തറിയാം, ഈ ഒരു ബോക്സിന്റെ മാസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ അകത്തേക്ക് 4 ബോളുകളുടെയും മാസ് ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല, കാരണം ലാർജ് പാർട്ടിക്കിൾസ് ആണ്, മൈക്രോസ്കോപ്പിക് ആണ്, പ്രത്യേകിച്ച് നമുക്ക് കാര്യമില്ല. പക്ഷെ അത് നമ്മൾ ഈ ന്യൂക്ലിയസിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് അസ്യൂംഡ് മാസും ഉണ്ട്, നമ്മൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത മാസും ഉണ്ട്. അപ്പോൾ അതൊരു വേരിയേഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയുന്നത് അസ്യൂംഡ് മാസ് എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു ബോളിന്റെ മാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ അസ്യൂംഡ് മാസ് എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അസ്യൂംഡ് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വിചാരിക്കുന്നത്, ഇവിടെ നമുക്ക് കിട്ടേണ്ട മാസ് വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ പ്രോട്ടോൺ ZnB, മാസ് ഓഫ് ദ പ്രോട്ടോൺ പ്ലസ് Z എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻറ്റു ഒരു പ്രോട്ടോണിന്റെ മാസ്, ഒരു പ്രോട്ടോണിന്റെ മാസ് ആണ് MB. അപ്പോൾ Z എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ കിട്ടും ടോട്ടൽ ഒരു പ്രോട്ടോൺസിന്റെ മാസ് കിട്ടും. അതുപോലെ തന്നെ N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻറ്റു ഒരു ന്യൂട്രോണിന്റെ മാസ് Nm. ഓക്കെ, that is the Nm and Mb are the mass of a proton and a neutron respectively. അപ്പോൾ ഇതില് നമ്മൾ ഇങ്ങനെയാണ് വിചാരിച്ചു വയ്ക്കുന്നത്. പക്ഷെ നമ്മളിവിടെ മാസ് സ്പെക്ട്രോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയസിന്റെ മാസ് നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ZnB പ്ലസ് Nm എന്നാണ് കിട്ടുന്നത്. പക്ഷെ അതിന് ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ മാസ് സ്പെക്ട്രോസ്കോപ്പിയിൽ നോക്കിയ സമയത്ത് എന്ത് ചെയ്തു, മാസ് സ്പെക്ട്രോസ്കോപ്പി നോക്കി നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ, അപ്പോൾ എനിക്കിവിടെ ഒരു വാല്യൂ കിട്ടി. പ്രത്യേകിച്ച് വാല്യൂ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു വാല്യൂ എനിക്ക് 10 എന്ന് കിട്ടി. ഓക്കെ, പക്ഷെ ഞാൻ ഒരു മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ്. അപ്പോൾ അപ്പാരറ്റസ് വെച്ച് നോക്കിയപ്പോൾ അവിടെ എനിക്ക് എന്ത് കിട്ടി, മാസിൽ കുറച്ച് കുറവാണ് കിട്ടിയത്. ടോട്ടൽ ന്യൂട്രോണിന്റെ മാസ് എനിക്ക് എന്താണ് കിട്ടിയത്, ന്യൂട്രോണിന്റെ മാസ് എനിക്ക് ഇതിനെക്കാട്ടി കുറഞ്ഞു 9 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഒരു ഓൾട്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു എനർജി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എവിടെയോ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു ഡിഫറൻസ് അവിടെ നമുക്ക് ഒക്കർ ചെയ്തു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മാസിൽ നിന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിഫറൻസ് അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്. ഫ്രം ദ മെഷർമെന്റ്സ് ഓഫ് ദ മാസ് ബൈ ദ മാസ് സ്പെക്ട്രോമീറ്റർ it is found that the mass of a stable nucleus M is less than the total mass of the nucleons. അപ്പോൾ ന്യൂക്ലിയോൺസിന്റെ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു വേരിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു വേരിയേഷനെ പറയുന്ന പേരാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയും. ഓക്കെ,
അപ്പൊ ഈ ഒരു മാസ് ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്താണ്? ഇവിടെ ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ മാസ് എന്താവും? എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യും. നമ്മളെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫേമസ് ഇക്വേഷൻ അറിയാം, E is equal to mc². അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനർജിയെ മാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു മാസ് ഡിഫക്റ്റ് ഉണ്ടാവാൻ റീസൺ ആവുന്നത്. അപ്പൊ ഈ ഒരു മാസ് അല്ലെങ്കിൽ ഇതിന്റെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് എന്ത് ചെയ്യുന്നു, അവിടെ എനർജി അല്ലെങ്കിൽ ഇതിന്റെ ഫോർമേഷൻ എനർജിക്കായിട്ട് എന്ത് ചെയ്യുവാണ്, കൺവേർട്ട് ചെയ്യണം. അപ്പൊ അത് കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് കുറവായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ വെച്ചാണ്. ഇപ്പോൾ ഒരു പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മാസ് കിട്ടും. ഓക്കെ, ഇസഡും എന്നും അറിയാമെങ്കിൽ. പക്ഷെ നമ്മൾ എക്സ്പെരിമെന്റിൽ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്ക് അവിടെ കിട്ടുന്നതിൽ കുറച്ച് എന്താവും, ഇതിൽ നിന്ന് കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഇത് മാസ് ഡിഫക്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ദാറ്റ് ഈസ് ZMB പ്ലസ് NMN. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മാസ് മൈനസ് എന്ത് ചെയ്യണം, എത്രയാണ് കുറവുള്ളത്, ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ എം. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്ത മാസ്, ഇത് കാൽക്കുലേറ്റ് ചെയ്ത മാസ്, കാൽക്കുലേറ്റഡ്, ഇത് ഒബ്സർവ്ഡ്. കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒബ്സർവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ എം കിട്ടും, അല്ലെങ്കിൽ അവിടുത്തെ വേരിയേഷൻ കിട്ടും. ദാറ്റ് ഈസ് ദ എം, ഡെൽറ്റ എം ഈസ് കോൾഡ് മാസ് ഡിഫക്റ്റ്. ഈ ഡെൽറ്റ എമ്മിനെ പറയുന്ന പേരാണ് എന്ത്, മാസ് ഡിഫക്റ്റ് എന്ന് പറയും. ഓക്കെ, മാസ് ഡിഫക്റ്റ്. The difference in the total mass of the nucleus and the actual mass of the nucleus is known as the mass defect. Okay, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഡിഫൈൻ മാസ് ഡിഫക്റ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ഫുൾ മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇത് നോക്കേണ്ട ന്യൂക്ലിയർ ഡെൻസിറ്റി ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഡെൻസിറ്റി നോക്കുന്ന പോലെ തന്നെ ഡെൻസിറ്റി ഇക്വേഷൻ കൊടുത്താൽ മതി. ന്യൂക്ലിയർ ഡെൻസിറ്റി. എന്താണ് ന്യൂക്ലിയർ ഡെൻസിറ്റി? ദാറ്റ് ഈസ് ദ ന്യൂക്ലിയർ ഡെൻസിറ്റി റോ എൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റോ എൻ ഇസ് ഈക്വൽ ടു ന്യൂക്ലിയർ മാസ്. ന്യൂക്ലിയർ മാസ് ഡിവൈഡ് ബൈ എന്തായിരിക്കും, ന്യൂക്ലിയർ വോളിയം ആയിരിക്കും. മാസ് ബൈ വോളിയം ഡെൻസിറ്റി. ഇത് നമ്മൾ ഒരു ന്യൂക്ലിയർ മാസ് ഡിവൈഡ് ബൈ വോളിയം. അപ്പോൾ ന്യൂക്ലിയർ മാസ് നമുക്കറിയാം, ദാറ്റ് ഈസ് എന്താണ്, AMN. AMN, where A is the mass number and Mn is the mass of one nucleon. Mass of one nucleon ആണ്. അതുപോലെ എന്ത് ചെയ്തു, ഇവിടെ ക്യാപിറ്റൽ N ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ന്യൂട്രോണിൻ്റെതാണെങ്കിൽ സ്മോൾ n ആണ്. ഇവിടെ ന്യൂക്ലിയോണിന്റെ ടോട്ടൽ മാസ് ആണ്. ഓക്കെ, ഒരു ന്യൂക്ലിയോണിന്റെ മാസ്, അതുപോലെ എത്ര ഇതുണ്ടോ അതാണ്. ഓക്കെ, മാസ് ഓഫ് വൺ ന്യൂക്ലിയോൺ AMN ആണ്. സഫിക്സ് ക്യാപിറ്റൽ ആണ് കിടക്കുന്നത്. ആ ഒരു കാര്യം നോക്കുക. അപ്പോൾ മാസ് ഓഫ് ദ വൺ ന്യൂക്ലിയോൺ, ഒരു ന്യൂക്ലിയോണിന്റെ മാസ് എന്തായിരിക്കും, മാസ് ഓഫ് വൺ ന്യൂക്ലിയോണിന്റെ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ Mnന്റെ വാല്യൂ നമുക്ക് ഏകദേശം 1.67 into 10⁻⁻27 കിലോഗ്രാം എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് അവിടുത്തെ എന്താണ്, മാസിന്റെ കേസ് ആണ്, ന്യൂക്ലിയർ മാസ് ആണ്. മാസ് നമ്പർ ഇൻറ്റു Mn എന്ന് പറയുന്നത്. ന്യൂക്ലിയർ വോളിയം, ന്യൂക്ലിയർക്ക് നമ്മൾ സ്പെറിക്കൽ ഷേപ്പല്ലേ പറയുന്നത്. അപ്പോൾ സ്പിയറിന്റെ വോളിയം എന്താണ്, സ്പിയറിന്റെ വോളിയം 4/3 πr³ ആണ്. πr³. ഓക്കെ, 4/3 πr³. അപ്പോൾ ആറിന്റെ സ്ഥാനത്ത് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് വോളിയം എടുക്കാനായിട്ട്. വോളിയം ഈസ് ഈക്വൽ ടു 4/3 πr³. ആറിന്റെ സ്ഥാനത്ത് മറ്റൊരു വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് 4/3 π ഇൻറ്റു r0 a⁻1/3 the whole cube. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് 4/3 π ഇൻറ്റു r0³ a എന്ന് കിട്ടും. അപ്പോൾ റോയുടെ വാല്യൂ എന്ന് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് റോ n, ന്യൂക്ലിയർ ഡെൻസിറ്റി റോ n is equal to AMN divided by 4/3 πr0³ a എന്ന് കിട്ടും. ഇവിടെ സിംപ്ലിഫൈ ചെയ്തെടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എയും ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് എന്താണ് കിട്ടുന്നത്, Mn ബൈ, ഇത് ക്യാൻസൽ ആകും കേട്ടോ, എയും ഇവിടുത്തെ എയും ക്യാൻസൽ ആവും. Mn ബൈ 4/3 πr0³ എന്ന് കിട്ടും. അപ്പോൾ R0 നമുക്ക് അറിയാലോ, വാല്യൂ അറിയാം. ഫെർമി എനർജിയിൽ എന്താണ് R0യുടെ വാല്യൂ, R0 ഈസ് ഈക്വൽ ടു 1.3 ഫെർമി എനർജിയാണ്, ഫെർമി മീറ്റർ ആണ്. ഓക്കെ, ഫെർമിയാണ്, 1.3 കിട്ടും ഫെർമി മീറ്റർ. ഇതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, 1.3 into 10⁻⁻15 കൊണ്ട് 10⁻⁻15 മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ ഇതിലോട്ടൊന്ന് മാറ്റുക ഇവിടെ ഈ വാല്യൂ R0 which is equal to mn divided by 4/3 into pi into എന്താ വരുന്നത് 1.3 into 10 raised to minus 15 whole cube എന്ന് വരും. mnന്റെ വാല്യൂ നമുക്ക് അറിയാലോ. mn നമ്മൾ പറഞ്ഞു 1.6 ഇവിടെ കിടപ്പുണ്ട് വാല്യൂ 1.67 into 10 raised to minus 27 ആണ്. അപ്പോൾ ആ ഒരു വാല്യൂ ഇവിടെ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mn പകരം എന്ത് ചെയ്യുക ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. That is 1.67 into 10 raised to minus 27 എന്ന് കിട്ടും which is equal to 1.816 into 10 raised to 17 kilogram per meter cube എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അവിടുത്തെ ഡെൻസിറ്റിയുടെ വാല്യൂ. അപ്പോൾ ഒരു ന്യൂക്ലിയസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഏത് എലമെന്റ് ആയാലും ന്യൂക്ലിയർ ഡെൻസിറ്റി എന്തായിരിക്കും? ന്യൂക്ലിയർ ഡെൻസിറ്റി സെയിം ആയിരിക്കും, ഏകദേശം ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. സൈസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ ആ ഒരു മാസും വോളിയം നമ്മൾ എന്ത് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്തോളും. ഡെൻസിറ്റി ഏകദേശം എന്തായിരിക്കും എല്ലാ ന്യൂക്ലിയസിനും സെയിം ആയിരിക്കും. ഹൈ വാല്യൂ ഓഫ് ദ ന്യൂക്ലിയർ ഡെൻസിറ്റി ഷോസ് ദാറ്റ് ദ ന്യൂക്ലിയർ മാറ്റർ ഈസ് ഇൻ എ എക്സ്ട്രീംലി കംപ്രസ്ഡ് സ്റ്റേറ്റ്. അപ്പോൾ എത്രത്തോളം ഡെൻസിറ്റി വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നോ ഡെൻസിറ്റി വാല്യൂ റോ ആണ്. ഡെൻസിറ്റി മാസ് ബൈ വോളിയം. അപ്പോൾ എത്രത്തോളം ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു അത്രത്തോളം എന്ത് ചെയ്യാം വോളിയം ഡിക്രീസ് ചെയ്യും. വോളിയം ഡിക്രീസ് അറിയാലോ, വോളിയം ഇതാണ് വോളിയത്തിന്റെ ഫിഗർ എന്ന് പറയുന്നത്. വോളിയം ഡിക്രീസ് ചെയ്യുന്ന എന്തായിരിക്കും റേഡിയസ് കുറയും. അപ്പോൾ അത്രത്തോളം എന്തായിരിക്കും കംപ്രസ്ഡ് സ്റ്റേറ്റിലായിരിക്കും ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺസും പ്രോട്ടോൺസും നിൽക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി വാല്യൂ എത്രത്തോളം കൂടുന്നു അതനുസരിച്ച് എന്ത് ചെയ്യും വോളിയം കുറയും. കുറയുന്നതനുസരിച്ച് എന്ത് അത്രയും കംപ്രസിബിലിറ്റി അവിടെ കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ന്യൂക്ലിയസ് എന്തെന്ന് പറഞ്ഞു, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയസ് പറഞ്ഞു, ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ ഒരു ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയറിൽ ന്യൂക്ലിയർ സൈസും അതുപോലെ തന്നെ ന്യൂക്ലിയർ മാസ് ദെൻ ന്യൂക്ലിയർ ഡെൻസിറ്റി. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് എടുത്ത ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട്സ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നോക്കുക. വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്ത നോട്ട്സ് ആണ് കിടക്കുന്നത്, അതിൽ പ്രിന്റ് എടുക്കുക അല്ലെങ്കിൽ എഴുതിയെടുക്കുകയും ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.